മനുഷ്യരെ മറന്ന് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന 1972 കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമം പൊളിച്ചെഴുതുക, വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാക്കുക, വന്യജീവി ആക്രമണ വിഷയത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കൃഷിഭൂമി കൃഷിക്കാർക്ക്, വനം വന്യജീവികൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ മുതൽ കൊട്ടിയൂർ വരെ സംഘടിപ്പിക്കുന്ന മലയോര ജാഥയുടെ ഉദ്ഘാടന ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കലിന് പതാക കൈമാറിക്കൊണ്ട് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ദേവസ്യ നിർവഹിച്ചു. ഒരുപക്ഷെ ഈ ജാഥയെ ശ്രമിക്കുന്ന UDF-ന്റെ ആളുകൾ ചിന്തിക്കാം, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ആവശ്യമായ നിയമ പരിരക്ഷ ഇതിൽ നൽകാത്തത് എന്ന് ചോദിക്കാം. പക്ഷേ സ്നേഹിതരെ, നമുക്കറിയാം 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നതും വനവും കാട്ടുജീവികളും കാട്ടുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കേന്ദ്രത്തിന്റെ വിഷയമാണ് എന്ന് നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റാണ് ഇതിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിന് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമത്തിൽ കാതലായ ഭേദഗതികൾ വരുത്തണമെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ജോയി കൊന്നക്കൽ ജാഥ ക്യാപ്റ്റനായുള്ള മലയോര ജാഥയുടെ ആദ്യ ദിനം തേർത്തല്ലി, കാർത്തികപുരം, ആലക്കോട് എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി കരുവഞ്ചാലിൽ സമാപിച്ചു. ഇന്ന് ചെമ്പേരി, പയ്യാവൂർ, ഉളിക്കൽ, കിളിയന്തറ, കരിക്കോട്ടക്കിരി, കീഴ്പള്ളി, കണിച്ചാർ, കേളകം എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി കൊട്ടിയൂരിൽ സമാപിക്കും. കേരളത്തിൽ നടന്നുവരുന്ന വന്യമൃഗ അക്രമങ്ങളും അതുമൂലം മരണപ്പെടുന്നവരുടെ സംഖ്യയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും എന്തിനേറെ പറയുന്നു, മത മേലധ്യക്ഷന്മാർ പോലും അതിനെതിരെ ഒത്തിരിയേറെ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വന്യമൃഗ ശല്യത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ കാതലായ കാര്യങ്ങൾ പഠിച്ച് ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് രാജ്യസഭ പാസാക്കി ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം 1972 ഇവിടെ നിലനിൽക്കുമ്പോൾ ആ നിയമത്തിന് കാതലായ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തിന് പുറത്തും സമരം നടത്തുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എം പാർട്ടിയാണ്. ഹൈപവർ കമ്മിറ്റി അംഗങ്ങളായ ജോയിസ് പുത്തൻപുര, അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, സജി കുറ്റ്യാനിമറ്റം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോബിച്ചൻ മൈലാടൂർ, ജില്ലാ നേതാക്കളായ KT സുരേഷ് കുമാർ, VV സേവി, CM ജോർജ്, CJ ജോൺ, ബിനു മണ്ഡപം, മാത്യു പുളിക്കക്കുന്നേൽ, മാത്യു കരിത്താങ്കൽ, ബിനു ഇലവുങ്കൽ, ഡെന്നി കാവാലം, വിപിൻ തോമസ്, ബിജു പുതുക്കള്ളി, ജെയിംസ് മരുതാനിക്കാട്, ഡോക്ടർ ജോസഫ് തോമസ്, അമൽ ജോയ് കൊന്നക്കൽ, ജെയ്സൺ ജീരകശ്ശേരി, AK രാജു, നോബിൻസ് ചെരിപ്പുറം, ബിജു കൈച്ചിറമറ്റം എന്നിവർ പ്രസംഗിച്ചു.